ഹലോ. അപ്പം നമ്മുടെ വീട്ടിലെ ഇപ്പം എല്ലാ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കല്ല വലിയവർക്കും എല്ലാവർക്കും നമ്മുടെ ദേഹത്തും ഫേസിലും കൂടുതലായിട്ട് ഈ ഫേസ് കഴുത്ത് ഭാഗത്ത് അതുപോലെ മുതുകത്ത് പുറത്ത് ഒക്കെ ഉള്ളൊരു സംഭവമാണ് ചൂടുകുരു അല്ലേ. ചൂടുകുരു മാറാൻ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഇല്ലേ. ഇപ്പോൾ പണ്ട് അമ്മമാരും അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെ പറയും, നമ്മുടെ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, നമ്മുടെ അരി ചോറ് വയ്ക്കുന്ന അരി കഴുകിയിട്ട് ആ കഴുകിയ വെള്ളം കൊണ്ട് കുട്ടികളെ കുളിപ്പിക്കാൻ മേത്ത് നന്നായിട്ട് ഒഴിച്ച് ദേഹത്തൊക്കെ നന്നായിട്ട് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കാൻ പറയും. അപ്പോൾ അതുപോലെ തന്നെ വേറൊന്നുണ്ട്, ചെറുപയർ തേച്ച് കുളിപ്പിക്കാൻ പറയും, ചെറുപയർ പൊടി. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കഴിയൻ്റെ ഉണ്ണിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ ചൂടുകുരു. അവൻ വെയിലത്തൊക്കെ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോയിട്ട് അവന് നന്നായിട്ട് ചൂടുകുരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് തേച്ച് കൊടുക്കുന്നതാണ് ഞാനിത്. ഇത് നമ്മുടെ ചെറുപയർ പൊടി തന്നെയാണ് കേട്ടോ. സാധാ നമ്മൾ കുക്ക് ചെയ്യാൻ മേടിക്കില്ലേ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ, ആ ഒരു പയർ ഞാൻ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അവനെ വൈകിട്ടില്ല, രാവിലെ കുളിപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഫേസിലും പുറത്തൊക്കെ കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കും. അപ്പോൾ ഇതിൽ തൈര് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കുളിപ്പിക്കാറ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ തൈരില്ല, തൈര് തീർന്നു പോയതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാ വെള്ളമില്ലേ, സാധാ വാട്ടറിൽ ഇത് മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് കുറേയൊക്കെ നമുക്ക് മാറ്റം തരുന്നുണ്ട്, മാറാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വാട്ടറിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ലൂസാക്കിയിട്ട് മിക്സ് ആക്കിക്കോട്ടോ. ഇത് ഒരു 5 മിനിറ്റോ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് തിക്കായി വരും. അപ്പോൾ ഇത് നമുക്ക് കണ്ണൻകുത്തിയുടെ മേത്ത് തേച്ച് കൊടുക്കാം. നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നീങ്ങി നിൽക്ക്, പറഞ്ഞാൽ കേൾക്കില്ലേ, ഭയങ്കര കളിയാണ് വെയിലത്ത്. പെൺകുട്ടികളാണെങ്കിൽ ഒതുങ്ങി വീട്ടിലിരിക്കും, ചെക്കന്മാർ ഒതുങ്ങി വീട്ടിലിരിക്കില്ല അല്ലേ. അവനിത് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് പെട്ടെന്ന് മാറുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അവൻ്റെ ദേഹത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവം തന്നെയല്ലേ. നമ്മളൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ചെറുപയർ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പൊടിയാക്കി വയ്ക്കുക കേട്ടോ. അല്ലാത്തതിനും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ നല്ലതാണ്, ഫേസിലിടാനും. അപ്പോൾ ഈ ചൂടുകുരുവിന് എനിക്ക് നന്നായിട്ട് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങോട്ട് തിരികെ പോഞ്ഞാൽ അവൻ്റെ കഴുത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ തേക്കുകൊണ്ട് കുറേയൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. ഫേസ് കാണിക്ക്. അപ്പോൾ ഒന്ന് ഡ്രൈ ആവുന്ന വരെ കേട്ടോ, ഒരു 10-15 മിനിറ്റ് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാ പോലെ കുളിക്കാം കേട്ടോ. പിന്നെ നമ്മൾ തണുത്ത വെള്ളം കുടിക്കില്ലേ ഫ്രിഡ്ജിലെ, ആ തണുത്ത വെള്ളം മാക്സിമം നമ്മൾ ഒഴിവാക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ചൂട് കൂടാനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാനും കാരണമാവും. അപ്പോൾ ചില ആൾക്കാരൊക്കെ വീട്ടിൽ നമ്മൾ സാധാ കിണറില്ലേ, ഓപ്പണായിട്ട് കിടക്കുന്ന നല്ല സൂര്യപ്രകാശമോ വായുവൊക്കെ തട്ടിയിട്ട് കിടക്കുന്ന ഓപ്പണായിട്ടുള്ള കിണറില്ലേ, അതിലത്തെ തണുത്ത വെള്ളം അതൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കുടിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നല്ല ഐസി ആയിട്ടുള്ള തണുത്ത വെള്ളം മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ പല അസുഖങ്ങളും വരാൻ കാരണമാവും കേട്ടോ ഈ ചൂടത്ത് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല ഡ്രൈ ആവും. എന്നിട്ട് പോയിട്ട് നമുക്ക് സാധാരണത്തെ പോലെ കുളിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.